മലപ്പുറം മൊറയൂർ സ്കൂളിലെ ഉച്ചക്കഞ്ഞി അരി കടത്തിയതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് PTA. ഇന്നലെ ചേർന്ന VHM ഹയർ സെക്കൻഡറി സ്കൂൾ PTA യോഗത്തിലാണ് തീരുമാനം. വകുപ്പ് തല അന്വേഷണം ആവശ്യപ്പെടാനും പോലീസിന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള അരി കടത്തുന്നുവെന്ന വാർത്താ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. അഷ്കർ അലി കരിമ്പ് നൽകും വിവരങ്ങൾ. അഷ്കർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ പോലീസ് അന്വേഷണം തന്നെ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ PTA. എന്തൊക്കെയാണ് രക്ഷിതാക്കളുടെ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ? വിനിത, ഇന്നലെ ഈ രാത്രിയിലെ അരിക്കടത്തിനെ കുറിച്ച് മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ രാത്രിയിലെ അരിക്കടത്തിനെ കുറിച്ച് ദൃശ്യങ്ങൾ സഹിതമാണ് റിപ്പോർട്ടർ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇതിന് പിന്നാലെ തന്നെ വൈകുന്നേരത്തോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയം മൊറയൂരിൽ വലിയ ചർച്ചയാവുകയും പ്രതിഷേധമുണ്ടാവുകയും ചെയ്തിരുന്നു. MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന് തൊട്ടു പിന്നാലെയാണ് അടിയന്തര PTA യോഗം സ്കൂളിൽ വെച്ച് ചേർന്നത്. ഈ PTA യോഗത്തിലാണ് ഇപ്പോൾ ഏകകണ്ഠേന തീരുമാനമെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനേജറും അതുപോലെ തന്നെ പ്രധാന അധ്യാപകരെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകാനാണ് ഇപ്പോൾ മൊറയൂർ PTA യോഗം തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് തന്നെ ജില്ലാ അതോറിറ്റികൾക്ക് പരാതി നൽകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ് തല അന്വേഷണം അധ്യാപകർക്കെതിരെ ഉണ്ടാവണമെന്നുള്ള ആവശ്യം തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ രണ്ട് തീരുമാനവുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് PTA തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആരോപണ വിധേയരായ അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും അടക്കം യോഗത്തിൽ ഹാജരാവാൻ ആവശ്യപ്പെടുകയും അവർ യോഗത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ദൃശ്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഒരു അരിസംഭവം നടന്നിട്ടില്ല എന്ന് ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ആവർത്തിക്കുന്ന നിലപാടാണ് PTA യോഗത്തിലും അധ്യാപകർ തീരുമാനിച്ച് നിലപാടെടുത്തത്. പക്ഷേ ആ നിലപാടിനെ PTA യോഗം തള്ളുകയായിരുന്നു. അവിടെ പങ്കെടുത്ത രക്ഷിതാക്കളും PTA ഭാരവാഹികളും അടക്കം ഇതിൽ അന്വേഷണം വേണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് പോലീസിലേക്ക് അന്വേഷണം പോകണം എന്നുള്ള കാര്യം ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. മാത്രമല്ല MSFന്റെ പഞ്ചായത്ത് പ്രതിനിധികൾ ഈ യോഗത്തിലേക്ക് എത്തുകയും പ്രതിഷേധമായി എത്തുകയും അവരുമായി PTA ഭാരവാഹികൾ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇവരും പോലീസിന് പരാതി നൽകണമെന്ന് രേഖാമൂലം PTAയോട് ആവശ്യപ്പെട്ടു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം കൂടി ഈ വിഷയത്തിൽ വേണമെന്ന നിലപാടെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസിന് ഔദ്യോഗികമായി VHM ഹയർ സെക്കൻഡറി സ്കൂൾ PTAയുടെ പേരിൽ പ്രധാന അധ്യാപകനെയും അതുപോലെ തന്നെ മാനേജ്മെന്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പരാതി നൽകുകയും ചെയ്യും. ഈ അരിക്കടത്തിൽ രാത്രിയുടെ മറവിൽ സ്വകാര്യ വാഹനത്തിൽ അരി കടത്തി, അതായത് വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് നൽകേണ്ട അരി അവർക്ക് നിർബന്ധമായും വിതരണം ചെയ്തിരിക്കേണ്ട അരി അത് കണക്കുകളിൽ കൃത്രിമം കാണിച്ച് അരി മിച്ചം വരികയും അത് കരിഞ്ചന്തയ്ക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. സ്കൂളിലെ കായികാധ്യാപകൻ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള ഗുരുതര ആരോപണം. പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യമാണ് PTA മുന്നോട്ട് വെക്കുന്നത്. ഉടൻ തന്നെ പരാതി നൽകുമെന്ന് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നു.